ക്രിസ്തുവിന് മരണശിക്ഷ വിധിച്ച റോമൻ സാമ്രാജ്യം മണ്ണടിഞ്ഞു. പീലാത്തോസ് ചരിത്രത്തിലെ വില്ലൻ കഥാപാത്രമാണ്. അന്നും ഇന്നും പ്രപഞ്ചത്തിൽ ഒരു ഹീറോയേ ഉള്ളൂ. അത് പൃഥ്വിരാജിന്റെ ലൂസിഫറിൽ പറയുന്ന ചെകുത്താനല്ല. ആ ചെകുത്താന്റെ ചിറകടിഞ്ഞ് താഴെ വീഴ്ത്തിയ, ക്രൂശിൽ അവന്റെ ശിരസറുത്ത, അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുകളുള്ള, ആഴിയെ കൈകളിൽ തൂക്കി നോക്കുന്ന, ഭൂമിയെ തന്റെ പാദപീഠമാക്കുന്ന രാജാതി രാജാവായ ക്രിസ്തു, ദ കിങ് ഓഫ് ഓൾ കിങ്സ്. ലോകത്തിന്റെ നെറുകയിൽ കാൽച്ചപെട്ടിയ നെപ്പോളിയൻ ബോണപ്പാർട്ട് പറയുന്നു, സീസറും അലക്സാണ്ടറും ചാർലിമേനും ഞാനും ബലം കൊണ്ട് സാമ്രാജ്യങ്ങൾ ഉണ്ടാക്കി. ക്രിസ്തു മാത്രം സ്നേഹം കൊണ്ടൊരു സാമ്രാജ്യം ഉണ്ടാക്കി. ഞങ്ങളുടെ സാമ്രാജ്യങ്ങൾ ഉടഞ്ഞു തകരുമ്പോൾ ഈ നിമിഷത്തിൽ അവനു വേണ്ടി മരിക്കാൻ ദശലക്ഷക്കണക്കിന് ആളുകൾ തയ്യാറായി നിൽക്കുന്നു. From the first day to the last, he is the same, majestic and simple, infinitely firm and infinitely gentle. He proposes to our faith a series of mysteries and commands with authority that we should believe them, giving no other reason than those tremendous words, I am God. മനുഷ്യരുടെ മുമ്പിൽ കരഞ്ഞാൽ ഉത്തരം കിട്ടണമെന്നില്ല. കർത്താവിൻ്റെ മുമ്പിൽ കണ്ണുനീരിന് ഉത്തരവുണ്ട്. ദൈവത്തിന് എന്തെങ്കിലും വീക്ക്നെസ് ഉണ്ടോ? ദൈവത്തിന് എന്തെങ്കിലും ബലഹീനതയുണ്ടോ? എനിക്ക് അറിയാവുന്നൊരു വീക്ക്നെസ് ഉണ്ട്. ആ ബലഹീനത ഇതാണ്: കരയുന്നവനെ മറികടന്നു പോവാത്ത ഒരു ദൈവം. ഇവിടെ ബൈബിളിൽ മനുഷ്യർ കരഞ്ഞാലും, അത് കൊലപാതകി കരഞ്ഞാലും, ഏറ്റവും വലിയ കുറ്റവാളി കരഞ്ഞാലും, കരയുന്നവനെ ബൈപ്പാസ് ചെയ്യാത്ത ഒരു ദൈവം. ക്രിസ്തുവിന് മരണശിക്ഷ വിധിച്ച റോമൻ സാമ്രാജ്യം മണ്ണടിഞ്ഞു. പീലാത്തോസ് ചരിത്രത്തിലെ വില്ലൻ കഥാപാത്രമാണ്. അന്നും ഇന്നും പ്രപഞ്ചത്തിൽ ഒരു ഹീറോയേ ഉള്ളൂ. അത് പൃഥ്വിരാജിന്റെ ലൂസിഫറിൽ പറയുന്ന ചെകുത്താനല്ല. ആ ചെകുത്താന്റെ ചിറകടിഞ്ഞ് താഴെ വീഴ്ത്തിയ, ക്രൂശിൽ അവന്റെ ശിരസറുത്ത, അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുകളുള്ള, ആഴിയെ കൈകളിൽ തൂക്കി നോക്കുന്ന, ഭൂമിയെ തന്റെ പാദപീഠമാക്കുന്ന രാജാതി രാജാവായ ക്രിസ്തു, ദ കിങ് ഓഫ് ഓൾ കിങ്സ്. ലോകത്തിന്റെ നെറുകയിൽ കാൽച്ചപെട്ടിയ നെപ്പോളിയൻ ബോണപ്പാർട്ട് പറയുന്നു, സീസറും അലക്സാണ്ടറും ചാർലിമേനും ഞാനും ബലം കൊണ്ട് സാമ്രാജ്യങ്ങൾ ഉണ്ടാക്കി. ക്രിസ്തു മാത്രം സ്നേഹം കൊണ്ടൊരു സാമ്രാജ്യം ഉണ്ടാക്കി. ഞങ്ങളുടെ സാമ്രാജ്യങ്ങൾ ഉടഞ്ഞു തകരുമ്പോൾ ഈ നിമിഷത്തിൽ അവനു വേണ്ടി മരിക്കാൻ ദശലക്ഷക്കണക്കിന് ആളുകൾ തയ്യാറായി നിൽക്കുന്നു. From the first day to the last, he is the same, majestic and simple, infinitely firm and infinitely gentle. He proposes to our faith a series of mysteries and commands with authority that we should believe them, giving no other reason than those tremendous words, I am God. മനുഷ്യരുടെ മുമ്പിൽ കരഞ്ഞാൽ ഉത്തരം കിട്ടണമെന്നില്ല. കർത്താവിൻ്റെ മുമ്പിൽ കണ്ണുനീരിന് ഉത്തരവുണ്ട്. ദൈവത്തിന് എന്തെങ്കിലും വീക്ക്നെസ് ഉണ്ടോ? ദൈവത്തിന് എന്തെങ്കിലും ബലഹീനതയുണ്ടോ? എനിക്ക് അറിയാവുന്നൊരു വീക്ക്നെസ് ഉണ്ട്. ആ ബലഹീനത ഇതാണ്: കരയുന്നവനെ മറികടന്നു പോവാത്ത ഒരു ദൈവം. ഇവിടെ ബൈബിളിൽ മനുഷ്യർ കരഞ്ഞാലും, അത് കൊലപാതകി കരഞ്ഞാലും, ഏറ്റവും വലിയ കുറ്റവാളി കരഞ്ഞാലും, കരയുന്നവനെ ബൈപ്പാസ് ചെയ്യാത്ത ഒരു ദൈവം.